നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ വിദേശികൾക്കെതിരെ നടക്കുന്ന നടപടികൾക്കെതിരെ വിമർശനങ്ങളുമായി സ്വദേശികൾ രംഗത്ത്. വിദേശി സമൂഹം രാജ്യത്തിന്റെ വികസനത്തിൽ വഹിച്ച പങ്ക് വിസ്മരിക്കരുതെന്നും വിമർശകർ. നടപടികൾ രാജ്യത്തിന്റെ നിലനിൽപ്പ് അവതാളത്തിലാക്കുമെന്നും വിലയിരുത്തൽ. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഖത്തറിൽ താലിബാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്ന ഔദ്യോഗിക വൃത്തങ്ങൾ. ചർച്ച അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനെന്നും വാർത്താക്കുറിപ്പ്. ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകൾ തുടരണമെന്ന് ചൈനയുടെ ആഹ്വാനം. നിലപാടറിയിച്ചത് UN അന്താരാഷ്ട്ര സമ്മേളനത്തിൽ. ഫലസ്തീൻ ദുരിതങ്ങൾ ഏറെ അനുഭവിച്ചതായും ചൈനയുടെ വിദേശകാര്യ സഹമന്ത്രി. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ജൊനാഥൻ ട്രോട്ട് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ മെക്സിക്കോയെയും ഇറ്റലി ജപ്പാനെയും നേരിടും. വിശദമായ വാർത്തകളിലേക്ക്. കുവൈത്തിൽ വിദേശികൾക്കെതിരെ നടക്കുന്ന നടപടികൾക്കെതിരെ വിമർശനങ്ങളുമായി സ്വദേശികൾ രംഗത്ത്. വിദഗ്ധരും അവിദഗ്ധരും അടങ്ങുന്ന വിദേശി സമൂഹം രാജ്യത്തിന്റെ വികസനത്തിൽ വഹിച്ച പങ്ക് വിസ്മരിക്കരുതെന്നും വിമർശകർ. പരിശോധനകൾ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുമെന്നും വിലയിരുത്തൽ. കഴിഞ്ഞ 2 മാസക്കാലമായി രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന കർശന പരിശോധനകളും നാടുകടത്തൽ നടപടികളും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഇമ്രാൻ അൽ ഗരാഷി, സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ഹജ്ജാജ് ബഹദൂർ എന്നിവരാണ് ഏറ്റവും ഒടുവിൽ രംഗത്തെത്തിയത്. ഞായറാഴ്ച രാജ്യത്തെ ഭരണഘടനാ കോടതിക്ക് സമീപം പ്ലക്കാർഡുമായി എത്തിയാണ് ഇമ്രാൻ അൽ ഗരാഷി തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. الأمن واستقرار الوافدين، نحن ضد ترحيل الوافدين الشرفاء، نحن نرحب بكم في الكويت، لا نريد. ഭരണഘടനാ കോടതിയുടെ വിധിയേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് വിദേശികളെ നാടുകടത്തുന്ന നടപടി നിർത്തിവെക്കൽ എന്ന മുദ്രാവാക്യത്തോടൊപ്പം ഗതാഗത പരിഷ്കരണത്തിനും പരിശോധനാ ക്യാമ്പയിനുകൾക്കും ചുക്കാൻ പിടിച്ച മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് ഹരിയുടെ ചിത്രവും പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നു. കോടതി പരിസരത്ത് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ച ഇദ്ദേഹത്തെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. കുവൈത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി റിപ്പോർട്ട് ചെയ്യാനെത്തിയ വിദേശ മാധ്യമപ്രവർത്തകരടക്കമുള്ളവരുടെ മുന്നിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതിഷേധ സമരം. അതേസമയം എന്ത് കാരണം കൊണ്ടായാലും വിദേശികളെ ഒറ്റയടിക്ക് കുറക്കുന്ന നടപടി രാജ്യത്തിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഡോക്ടർ ഹജ്ജാജ് ബഹദൂർ മുന്നറിയിപ്പ് നൽകി. നിയമവിരുദ്ധ താമസക്കാർക്കെതിരെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ അപ്രായോഗികവും ആസൂത്രണമില്ലാത്തതുമാണ്. ഇത്തരം നടപടികളുമായി ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടി ഓർക്കേണ്ടതുണ്ട്. നടപടികൾ തുടർന്നാൽ അത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വിദേശികളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ഇതിനു മുമ്പും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. മന്ത്രിസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ കോടതി ഉത്തരവിടുക കൂടി ചെയ്തതോടെ പരിശോധനകൾ നിർത്തിവെച്ചേക്കുമെന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈത്ത്. നിയമലംഘകർക്കെതിരെ കുവൈത്ത് അധികൃതർ പരിശോധന ശക്തമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആശങ്ക അകറ്റാൻ എംബസി പ്രത്യേക സർക്കുലർ പുറപ്പെടുവിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്കുള്ള ആശങ്കകൾ അധികൃതരെ അറിയിക്കാനും പരിഹാരം കാണാനും ആഭ്യന്തരമന്ത്രി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിവരുമായി നടത്തിയ ചർച്ചകൾ ഫലവത്തായിരുന്നുവെന്ന് സർക്കുലറിൽ പറയുന്നു. പരിശോധനകളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കിംവദന്തികൾ വിശ്വസിക്കരുതെന്നും പ്രചരിപ്പിക്കരുതെന്നുമുള്ള അഭ്യർത്ഥനയും സർക്കുലറിലുണ്ട്. തിക്താനുഭവങ്ങൾ ഉള്ളവർക്ക് വിശദവിവരങ്ങൾ സഹിതം ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈനിലോ ആഭ്യന്തര മന്ത്രാലയത്തിൽ നേരിട്ടോ പരാതികൾ ബോധിപ്പിക്കാമെന്നും സർക്കുലറിൽ പറയുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഖത്തറിൽ താലിബാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാണ് ചർച്ചയെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്നലെ വൈകുന്നേരമാണ് ദോഹയിലെ വെസ്റ്റ് ബേയിൽ താലിബാൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഖത്തർ വിദേശകാര്യ സഹമന്ത്രി അലി ബിൻ ഫഹദ് അൽ ഹജിരിയായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. കഴിഞ്ഞ മാർച്ചിലായിരുന്നു അഫ്ഗാൻ പ്രസിഡന്റ് ഹാമിദ് കർസായും ഖത്തർ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയും തമ്മിൽ താലിബാൻ രാഷ്ട്രീയ കാര്യാലയത്തെക്കുറിച്ച് ധാരണയായത്. തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാകുമെന്ന ഭയത്താൽ പ്രസിഡന്റ് കർസായി ഖത്തറിലെ ഓഫീസ് എന്ന ആശയം തുടക്കത്തിൽ തന്നെ എതിർത്തിരുന്നു. എന്നാൽ 2014 അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ നിന്ന് പിന്മാറാമെന്ന ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഖത്തറിൽ താലിബാൻ രാഷ്ട്രീയ കാര്യാലയം തുറക്കുന്നതിനെ കർസായി അനുകൂലിച്ചു. നാളെയോടെ US നിന്നുള്ള പ്രതിനിധികൾ ഖത്തറിലെത്തുമെന്ന് US വൃത്തങ്ങൾ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനും താലിബാനും തമ്മിൽ 12 വർഷമായി തുടരുന്ന സംഘർഷം അത്ര എളുപ്പം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് US പ്രസിഡന്റ് ബറാക് ഒബാമ പ്രതികരിച്ചു. എന്നാൽ ഇവിഷയത്തിൽ തനിക്ക് ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We're going to continue to support these efforts in partnership with the Afghan government. I want to repeat, we don't anticipate this process will be easy or quick, but we must pursue it in parallel with our military.
നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അൽ ഖാഇദയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും അഫ്ഗാൻ ഭരണഘടന അംഗീകരിക്കാനും US പ്രതിനിധികൾ താലിബാനോട് ആവശ്യപ്പെട്ടേക്കും. റമീസ് ചാത്തിയാറ, മീഡിയ 1, ഖത്തർ. മുസ്ലിം ബ്രദർഹുഡിന് വേണ്ടി പ്രവർത്തിച്ചെന്നാരോപിച്ച 30 പേരെ UAEയിൽ ഫെഡറൽ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. UAEയിൽ നിന്നും ഈജിപ്തിൽ നിന്നും കോടതി വിചാരണ നേരിടുന്നവരെയാണ് വിസ്തരിച്ചത്. UAEയിൽ മുസ്ലിം ബ്രദർഹുഡിലേക്ക് ജനങ്ങളെ ആകർഷിക്കും വിധം പ്രവർത്തിച്ചെന്നാരോപിച്ചാണ് ഈജിപ്തിൽ നിന്നും UAEയിൽ നിന്നുമുള്ള 30 പൗരന്മാരെ UAE ഫെഡറൽ സുപ്രീം കോടതി വിസ്തരിച്ചത്. പബ്ലിക് പ്രോസിക്യൂഷന്റെ അന്വേഷണത്തിൽ അധികൃതരുടെ അനുമതിയില്ലാതെ UAEയിൽ അന്താരാഷ്ട്ര സ്വഭാവത്തിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതായി തെളിഞ്ഞതായി UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി പബ്ലിക് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ജനറൽ റാഷിദ് അഹമ്മദ് അദ്ദൻഹാനി വ്യക്തമാക്കി. ഒരു സംഘടനയുണ്ടാക്കി ബ്രദർഹുഡ് UAE ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി നേരത്തെ ആരോപണമുയരുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച പ്രസ്തുത സംഘടനയിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചതായും അനുമതിയില്ലാതെ സംഭാവനകൾ ശേഖരിച്ചതായും ഇവർക്കെതിരെ ആരോപണമുണ്ട്. ഇതിനു പുറമെ ഈ 30 പേരടങ്ങുന്ന സംഘം ഒരു മീഡിയ കമ്മീഷന് രൂപം നൽകുകയും ഇതിന്റെ നേതൃത്വത്തിൽ മാതൃസംഘടനയുടെ വിവരങ്ങൾ കൈമാറുകയും അണികൾക്ക് ശിക്ഷണം നൽകുകയും ചെയ്തതായും പ്രോസിക്യൂഷൻ കണ്ടെത്തിയതായി പറയുന്നു. കൂടാതെ നേരത്തെ കുറ്റമാരോപിച്ച് പിടിക്കപ്പെട്ട രഹസ്യ സംഘടനയുമായി ബന്ധമുള്ള ഗവൺമെന്റ് തലത്തിലുള്ള വിവരങ്ങൾ ചോർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതായും ഇവർക്കെതിരെ ആരോപണമുണ്ട്. മീഡിയ 1, ദുബായ്. ഇത്തവണ ഹജ്ജ് സമയത്ത് മശായർ മെട്രോയ്ക്ക് കീഴിൽ പുതുതായി ഒരു ട്രെയിൻ കൂടി സർവീസ് നടത്തുമെന്നും മെട്രോ റെയിൽ ഓപ്പറേഷൻ കമ്പനി അധികൃതർ പറഞ്ഞു. മെട്രോ സർവീസ് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഇതോടെ ഹജ്ജ് സമയത്ത് സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം 17 ആകും. ഓരോ ട്രെയിനിലും 13 ബോഗികളും ഉണ്ടാകും. ഒരു ട്രെയിൻ മണിക്കൂറിൽ 72,000 തീർത്ഥാടകരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സാധിക്കും. ഇതിനു പുറമെ ഓരോ സ്റ്റേഷനുകളിലും 200 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈദ് ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറാൻ ഖത്തറിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഖത്തർ ടൂറിസം അതോറിറ്റി ചെയർമാൻ ഇസാ ബിൻ മുഹമ്മദ് അൽ മുഹന്നദി അറിയിച്ചു. വിജ്ഞാനപ്രദവും കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുമായിരിക്കും പരിപാടികൾ. അറബ് മേഖലയിൽ ഈദ് ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറുകയാണ് ലക്ഷ്യമെന്നും മുഹന്നദി കൂട്ടിച്ചേർത്തു. മക്ക മദീന ഹറമുകളിലെ റമദാൻ ഒരുക്കങ്ങൾ അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ സുദൈസ് അറിയിച്ചു. താൽക്കാലിക ജീവനക്കാരടക്കം 8,000-ഓളം തൊഴിലാളികൾ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ റമദാനിൽ തീർത്ഥാടകരുടെ സേവനത്തിനായി രംഗത്തുണ്ടാകും. വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മക്ക ഹറമിലെ വിവിധ ഭാഗങ്ങൾ ഭാഗികമായി റമദാനിൽ ഉപയോഗപ്പെടുത്തും. ഇതുവഴി ഏകദേശം 5,40,000 പേർക്ക് നമസ്കരിക്കാൻ ഹറമിൽ സൗകര്യമുണ്ടാകും. ഹറമിന്റെ മുറ്റങ്ങൾക്ക് ചൂടിൽ നിന്ന് ആശ്വാസം പകരാൻ 250 ശീതീകരണ ഫാനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് മതവിധികൾ അറിയുന്നതിനും സംശയ നിവാരണം നടത്തുന്നതിനുമായി 12 ക്യാബിനുകളുണ്ടാകും. തീർത്ഥാടകരെ ബോധവൽക്കരിക്കുന്നതിനും മാർഗദർശനം നൽകുന്നതിനുമായി ഹറമിനകത്തും പുറത്തു മുറ്റങ്ങളിലും നടപ്പാതകളിലുമായി നിരവധി ഇലക്ട്രോണിക് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സംസം വിതരണത്തിന് നടപടികൾ പൂർത്തിയായി. ഹറമിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പിടികൂടാനും തിക്കും തിരക്കും ഒഴിവാക്കാനും നടപ്പാതകളിലെ ഇരുത്തവും വിശ്രമവും തടയാനും പ്രത്യേക പരിശീലനം ലഭിച്ച ജീവനക്കാർ രംഗത്തുണ്ടാകും. മീഡിയ 1, ജിദ്ദ. ജിദ്ദയിൽ ട്രാഫിക് നിരീക്ഷണം ശക്തമാക്കി. 8ാമത് ട്രാഫിക് നിരീക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയത്. ക്യാമ്പയിൻ 2 ആഴ്ച നീണ്ടുനിൽക്കും. പ്രധാന റോഡുകളിലും സിഗ്നലുകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലുമെല്ലാം ട്രാഫിക് നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തിയതായി ജിദ്ദ ട്രാഫിക് വിഭാഗം അധികൃതർ അറിയിച്ചു. വാഹനമോടിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ദുരന്തഫലങ്ങളെക്കുറിച്ച് ബഹ്റൈനിൽ ഗതാഗത മന്ത്രാലയം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ ആരംഭിച്ച ക്യാമ്പയിൻ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഡയറക്ടർ ഓഫ് ട്രാഫിക് കൾച്ചർ ലഫ്റ്റനന്റ് കേണൽ മൂസ ഈസ അൽ ദോസരി പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി 5,000-ഓളം ലഘുലേഖകളും വാഹനമോടിക്കുന്നവർക്കിടയിൽ വിതരണം ചെയ്യും. പ്രവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി രൂപവൽക്കരിച്ച നോർക്ക റൂട്ട്സിന്റെ കോടിക്കണക്കിന് രൂപ പാഴാക്കുന്നതായി നോർക്ക റൂട്ട്സ് ഡയറക്ടർ CK മേനോൻ. ആവശ്യക്കാരില്ലാത്തതിനാലാണ് തുക പാഴാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ മലയാളികൾക്കിടയിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള പര്യടനത്തിനിടയിൽ ദമാമിലെത്തിയതായിരുന്നു OICC ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ കൂടിയായ CK മേനോൻ. സംസ്ഥാന ബജറ്റിലും അല്ലാതെയുമായി നോർക്ക റൂട്ട്സിന് വർഷത്തിൽ ലഭിക്കുന്ന ഫണ്ടിന്റെ 35% പോലും വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണത്തെ ബജറ്റിൽ 20 കോടി രൂപയാണ് പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. സേവനങ്ങൾക്കായി ഈടാക്കുന്ന പണവും പ്രവാസി തിരിച്ചറിയൽ കാർഡിന് വേണ്ടി വാങ്ങുന്ന പണവും ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഗൾഫിൽ മരിക്കുന്നവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ സഹായമായി ലഭ്യമാക്കും. ഇവിടെ വെച്ച് മാരകരോഗം പിടിപെടുന്നവർക്ക് 50,000 രൂപ ചികിത്സാ സഹായമായി ലഭ്യമാക്കും. തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് തുച്ഛമായ പലിശ നിരക്കിൽ 25 വർഷത്തെ കാലയളവിലേക്ക് 25 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. എന്നാൽ ഇതിനൊന്നും ഒരു അപേക്ഷ പോലും ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.
സാജിദ റാട്ടുപുഴ, മീഡിയ 1, ദമാം. സൗദി അറേബ്യയിലെ മാധ്യമരംഗത്തെ കുലപതികളായ ഉക്കാൾ ഗ്രൂപ്പും മിഡിൽ ഈസ്റ്റിൽ പ്രചാരത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഗൾഫ് മാധ്യമ ദിനപത്രവും കൈകോർക്കുന്നു. പ്രസാധൻ രംഗത്തെ ഏറ്റവും പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിവിധ തലങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇരു സ്ഥാപനങ്ങളും തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഉക്കാൾ ഗ്രൂപ്പ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അബ്ദുൾ അസീസ് ബിൻ അബ്ബാസ് അസ്ഹലിയും ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസും ഒപ്പുവെച്ചു. മലയാള പത്രരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിക്കുകയും ഗൾഫിൽ പ്രചാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗൾഫ് മാധ്യമവുമായുള്ള സഹകരണം സന്തോഷകരമാണെന്നും അബ്ദുൾ അസീസ് ബിൻ അബ്ബാസ് അസ്ഹലി പറഞ്ഞു. ജിദ്ദയിലെ ഉക്കാൾ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സൗദി ഗസറ്റ് എഡിറ്റർ ഇൻ ചീഫ് ഖാലിദ് അൽ മൗന, കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഹാദിം ഗുർബൽ, ഗൾഫ് മാധ്യമം എക്സിക്യൂട്ടീവ് എഡിറ്റർ VM ഇബ്രാഹിം, മാർക്കറ്റിംഗ് മാനേജർ റാഷിദ് ഖാൻ, റീജിയണൽ മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ബാവ എന്നിവർ സംബന്ധിച്ചു. സലാലയിലേക്ക് പോയ ഒമാൻ എയർ വിമാനത്തിന്റെ കോക്പിറ്റിന്റെ ജനൽ തകരാറിലായത് പരിഭ്രാന്തി പരത്തി. 100 യാത്രക്കാരും 6 ജീവനക്കാരുമായി മസ്കറ്റിൽ നിന്ന് സലാലയിലേക്ക് പോയ വിമാനമാണ് തലനാരിഴയ്ക്ക് വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30 സംഭവം. ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് ഒമാൻ എയർ ഔദ്യോഗിക പത്രക്കുറിപ്പ് ഇറക്കിയത്. ഒമാൻ എയറിന്റെ WY3905 എന്ന വിമാനത്തിലാണ് തകരാർ സംഭവിച്ചത്. ദുബൈയിലെ വേങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാസില 2013 പരിപാടി സംഘടിപ്പിക്കും. ഗിസൈസിലെ ഇന്ത്യൻ അക്കാദമി ഹാളിലാണ് പരിപാടി. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിൽ വേങ്ങര മണ്ഡലം കമ്മിറ്റി നടപ്പിലാക്കുന്ന ഭവന കുടിവെള്ള പദ്ധതികളുടെയും വിദ്യാഭ്യാസ സഹായ വിതരണത്തിന്റെയും പ്രഖ്യാപനം നടത്തും. ഉമ്പായുടെ ഗസൽ സന്ധ്യയും അരങ്ങേറും. ഭാരവാഹികളായ ഡോക്ടർ പുത്തൂർ റഹ്മാൻ, അൻവർ നഹ, ഇബ്രാഹിം ഉമ്മർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. ഡോൺ വിഷ്വൽ ഗ്രൂപ്പിന്റെ ബാനറിൽ സലാം കൊടിയത്തൂർ അണിയിച്ചൊരുക്കിയ കുതന്ത്ര ശിരോമണി എന്ന ടെലിഫിലിമിന്റെ ഖത്തറിലെ പ്രകാശനം നടന്നു. SDCയിൽ നടന്ന ചടങ്ങിൽ MP ഗ്രൂപ്പ് MD ഡോക്ടർ MP ഷാജി ആദ്യ പ്രതി അഹമ്മദ് തുണ്ണേരിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇൻഡോ ബഹ്റൈൻ വോളിബോൾ ടൂർണമെന്റ് നാളെ ആരംഭിക്കും. KC ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരങ്ങളിൽ വിദേശികളും സ്വദേശികളുമായ താരങ്ങൾ പങ്കെടുക്കും. മത്സരം 3 ആഴ്ച നീണ്ടുനിൽക്കും. ഒമാനിൽ വൻ മയക്കുമരുന്ന് വേട്ട. വിവിധയിടങ്ങളിലായി നടന്ന റെയ്ഡിൽ ലഹരിമരുന്ന് ശേഖരവുമായി 3 പാകിസ്ഥാനികളെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 2 കിലോ ഹെറോയിനും 113 ഹെറോയിൻ ഗുളികകളും പിടിച്ചെടുത്തു. സീബ്, ഷിനാസ് എന്നിവരിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് ഇനി അവധിക്കാലം. വേനൽ അവധിക്കായി സ്കൂളുകൾ ഇന്നു മുതൽ അടച്ചു തുടങ്ങി. റമദാൻ പിന്നിട്ട് ആഗസ്റ്റ് 18-നോ 19-നോ ഇന്ത്യൻ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും. അവധിക്ക് ശേഷം മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലേക്കുള്ള ഗതാഗത സംവിധാനത്തിൽ മാറ്റമുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. സ്കൂൾ ഏർപ്പെടുത്തുന്ന ബസ്സിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ എത്തേണ്ടത്. സ്വകാര്യ വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുവരാൻ അനുവദിക്കില്ല. നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും. അൽഖോബാർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ടച്ച് ലൈൻ സുവനീറിന്റെ പ്രകാശനം ദമാമിൽ നടന്നു. നെഹ്ദ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഇറാം ITL ഗ്രൂപ്പ് CEO സിദിയ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് നജാത്തി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത വിവിധ മേഖലയിലെ പ്രമുഖരായ 10 പേർ ചേർന്ന് സുവനീർ പ്രകാശനം ചെയ്തു. 30 വർഷം പൂർത്തിയാക്കുന്ന പ്രവാസി സംഘടനയായ മാസ് ഷാർജയുടെ വാർഷികാഘോഷ പരിപാടി ജൂൺ 21 വെള്ളിയാഴ്ച പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി നൃത്ത സംഗീത പരിപാടികൾ അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. ലേബർ ക്യാമ്പുകളിലെ കാഴ്ചകളെ അടിസ്ഥാനമാക്കി അനിൽ പള്ളൂർ രചിച്ച ലേബർ ക്യാമ്പുകളിലെ ഒളിക്യാമറ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും പിണറായി വിജയൻ നിർവഹിക്കും. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി നടക്കുക. വാർത്താസമ്മേളനത്തിൽ മാസ് ഷാർജ പ്രസിഡന്റ് അനിൽ അമ്പാട്, സെക്രട്ടറി ശ്രീപ്രകാശൻ, അനിൽ പള്ളൂർ, അനിൽകുമാർ AV, മുരളി RP, കൊച്ചുകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഖത്തറിലെ സാൽവ റോഡിൽ നടന്ന വാഹനാപകടത്തിൽ 3 നേപ്പാൾ തൊഴിലാളികൾ മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന മിനി വാനിന്റെ ടയർ പൊട്ടിയതാണ് അപകട കാരണം.